സാം ഫാമിലി. ഇന്നിപ്പം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള വ്ളോഗ്സോ കാര്യങ്ങളോ ഒന്നുമല്ല. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ മീഡിയ തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അവന്തിക, അതായത് പാപ്പു എന്ന് വിളിക്കുന്ന ആക്ടർ ബാലയുടെയും സിംഗർ അമൃതയുടെയും മകളായിട്ടുള്ള ആ കൊച്ചുകുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് ഷീസ് ഓൺ ടീൻ നൗ. ആ കുഞ്ഞിൻ്റെ ഒരു ചെറിയൊരു ടോക്കാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. അതിൽ ഒരുപാട് പേര് കമൻസുമായിട്ട് വന്നിട്ടുണ്ട്. നെഗറ്റീവ് കമൻസും ഉണ്ട്, പോസിറ്റീവ് കമൻസും ഉണ്ട്. ഈ നെഗറ്റീവ് കമൻസ് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒരാളുടെ പ്രശ്നങ്ങൾ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പം, ബിക്കോസ് ഒരു ഔട്ട്സൈഡർ എന്ന നിലയ്ക്ക് നമുക്ക് അഭിപ്രായം പറയാൻ എളുപ്പമാണ്. പക്ഷേ ആ വഴിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ, റിലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ കുട്ടി കടന്നു പോയ ആ ചൈൽഡ്ഹുഡ് ട്രോമ, സ്റ്റിൽ അവൾക്ക് ആ ട്രോമ അവൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക അവളുടെ ലൈഫിൽ, ഇല്ലേ? അവൾ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ 3 വയസ്സ് അല്ലെങ്കിൽ 3.25 വയസ്സ് പോട്ടെ, ഒരു 2 എനിക്കറിയില്ല, 3 വയസ്സിലൊക്കെ അവൾ ഫേസ് ചെയ്ത കാര്യങ്ങൾ അവൾക്ക് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് മീഡിയയിൽ അവളെ കയറിയിട്ട് പൊങ്കാല ഇടുന്നുണ്ട് ആ കുഞ്ഞിനെ. നല്ല ആക്ട്രസിനുള്ള അവാർഡ് കിട്ടും, സംസ്ഥാന അവാർഡ് ആ കുട്ടിക്ക് തന്നെയാണ്. അങ്ങനെയല്ല, ഓർമ്മയുണ്ടാവും ചില കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക്, അത് ഓർമ്മയുണ്ടാകും. കുഞ്ഞുങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ തന്നെ, എനിക്കിപ്പം 36 ആണ് എൻ്റെ ഏജ്. ഇതേപോലെ തന്നെ സിറ്റുവേഷൻസിലൂടെ 95% ആളുകൾക്കും, എന്നെ അറിയാവുന്ന ഒരു 95% ആളുകൾക്കും ആക്ച്വലായിട്ടുള്ള എൻ്റെ ലൈഫിൽ ഞാൻ എന്തൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടെന്ന് മിക്കവർക്കും അറിയില്ല. കാരണം ഇതെല്ലാം പറഞ്ഞിട്ട് ഒരു സിമ്പതിയുടെ ഒരു മുഖം കിട്ടേണ്ട ഒരു കാര്യം പണ്ടും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. കാരണം ആരെങ്കിലും സിമ്പതിയോടെ കൂടെ നോക്കുമ്പം പിന്നെ നമുക്കറിയത്തില്ല അവരുടെ ആറ്റിറ്റ്യൂഡ് പിന്നെ നമ്മളുടെ അടുത്ത് എന്തായിരിക്കുമെന്ന്. സോ എപ്പോഴും നമ്മളൊരു ആറ്റിറ്റ്യൂഡ് ഇട്ടേ നടന്നിട്ടുള്ളൂ. ഇന്നും അന്നും എന്നും ഒക്കെ ഞാൻ സംതിങ് ആണെന്ന് ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരാളാണ് ഇന്നും അന്നും എന്നും. ഈ കുട്ടി കടന്നു പോകുന്ന മിക്ക സ്റ്റേജുകളും എനിക്കും എൻ്റെ ലൈഫിൽ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരുപാട് കോയിൻസിഡൻസ് ഉണ്ട് അതിന്. അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. അല്ലാതെ അല്ലാതെ എനിക്കൊരു ബന്ധമില്ലാത്ത ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗർ എന്നൊരു നിലയ്ക്ക് ഞാനിത് ചെയ്യേണ്ട കാര്യമില്ല, ശരിയാണത്. പക്ഷെ എനിക്കത് പറയണമെന്ന് തോന്നി. 3.25 വയസ്സിൽ അല്ലെങ്കിൽ ഒരു 3.5 വയസ്സിൽ ആ കുട്ടീനെ ഡ്രാഗ് ചെയ്തിട്ട് കോട്ടിൽ നിന്ന് കൊണ്ടുപോയതും കാര്യങ്ങളൊക്കെ ആ കുഞ്ഞ് പറയുന്നുണ്ട്. പിന്നെ കുപ്പി എടുത്ത് എറിഞ്ഞപ്പം അവളുടെ മമ്മി ബ്ലോക്ക് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ മേ ബി അവളുടെ മനസ്സിൽ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. മേ ബി അവളത് പറയുന്നത് കറക്റ്റ് ആയിരിക്കാം. അപ്പം അത് നമ്മളത് കളിയാക്കുകയല്ല, ഒരു ആളുടെ ഫീലിങ്സ്. അതൊരു കൊച്ചുകുട്ടിയാണ്. ആ കുട്ടിയും കൊച്ചുകുട്ടിയാണെങ്കിലും അവൾക്ക് മെസ്സേജസ് എടുത്ത് നോക്കാനും തുറന്നു നോക്കാനുള്ള ബോധവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൾക്ക് ആരുടെ ഭാഗത്തുനിന്നും അവളുടെ ഫാമിലി, ഇപ്പോൾ അമ്മമ്മ, ആൻറ്റി, അവളുടെ മമ്മി, ആ ഒരു ലോകമായിരിക്കും അവരുടെ. കാരണം അമൃതയുടെ ഫാദർ ഈ അടുത്ത് മരിച്ചതാണ്, കഴിഞ്ഞ വർഷം മരിച്ചു പോയതാണ്. അപ്പം അവരുടെ ഭാഗത്തു നിന്ന് ഇപ്പം എന്താ പറയണത്, ഒരു ഇൻസെക്യൂരിറ്റി അവൾക്ക് മൊത്തത്തിൽ ഫീൽ ചെയ്തപ്പം ഇങ്ങനെയെങ്കിലും അവൾ പറയുന്ന അവളുടെ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടെങ്കിലും ആളുകൾ മനസ്സിലാക്കട്ടെ, ഇനിയും ആ കുഞ്ഞിൻ്റെ നേരെയുള്ള സൈബർ ആക്രമണം, അവളുടെ അമ്മയുടെ നേരെയുള്ള സൈബർ ആക്രമണം ഇങ്ങനെയെങ്കിലും നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി വളരെ സിൻസിയറായിട്ട് പറഞ്ഞ കാര്യങ്ങളായിരിക്കാം. ഒരു കൊച്ചു കുട്ടീനെ പോലും ഇങ്ങനെ കാർന്ന് തിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക. കാരണം നമ്മളെപ്പോഴും ഒരു കാര്യമുണ്ട്, എപ്പോഴും ഈ ഒരു കണ്ണീരും നമ്മുടെ മലയാളികളുടെ പ്രത്യേകതയാണ്. പൊതുവെ എല്ലാ കാര്യങ്ങൾക്കും ഈ കണ്ണീരൊലിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയണത്, ഇനി ഞങ്ങളെ സഹായിക്കണം എന്ന് പറയുന്ന കുറേ ആളുകളോടാണ് എപ്പോഴും സിമ്പതി. പക്ഷേ നമുക്ക് എല്ലാവർക്കും അതുപോലെ ആവാൻ പറ്റിയെന്ന് വരില്ല. പ്രത്യേകിച്ച് ചില സ്ത്രീകൾ അങ്ങനെ കണ്ണീരിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആങ്ങളമാർ പിറ്റേ ദിവസം അവളെ സമീപിക്കണ വേറെ രീതിയിലായിരിക്കാം. അതുകൊണ്ടിട്ട് ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന് സ്വന്തമായിട്ട് ഒരു ഇമേജ് ഉണ്ടാക്കി ചില സ്ത്രീകൾ നടക്കും. പക്ഷെ അതിന് ആളുകളൊരു പുറംചട്ടയിടും, അഹങ്കാരിയാണ്, താന്തോന്നിയാണ്, അവൾ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ആ കുട്ടിയുടെ അമ്മ 2ാമത് കല്യാണം കഴിച്ചതാണ് ഇപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വളരെ എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഞാനിത് അഭിപ്രായം പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ല, എൻ്റെ ലൈഫിൽ ഞാൻ വന്ന വഴികളാണ് പലതും ആ മോൾക്കും പാപ്പു എന്ന് പറഞ്ഞ കുട്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പലർക്കും എന്നെപ്പറ്റി അറിയാത്ത എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിന്, ചില വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് അറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ലൈഫിലുണ്ട്. ഞാനും ഇതുപോലെ തന്നെ, എൻ്റെ പാരൻസും ഡിവോഴ്സ്ഡ് ആയിരുന്നു. ദേ ആർ സെപ്പറേറ്റഡ്. ഇപ്പോഴും അവർ സെപ്പറേറ്റഡ് ആയിട്ടാണ് അവരിപ്പോഴും ജീവിക്കുന്നത്. അവർ രണ്ടുപേരും 2 ലൈഫിലോട്ട് പോയി. അപ്പോഴും ഒരു ബൈ പ്രൊഡക്റ്റായിട്ട് വന്ന എൻ്റെ ഒരു കാര്യമാണ് ഏറ്റവും കഷ്ടത്തിലായത്.
ഇതുപോലെ തന്നെ എന്താ പറയുന്നത്, കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടലുകളും പല സ്ഥലങ്ങളിലും തലകുനിക്കേണ്ട ഒരു അവസ്ഥ എനിക്കും ഉണ്ടായിട്ടുണ്ട്. അത് കൊച്ചു സ്റ്റേജിലല്ല നമ്മളതെല്ലാം അറിയുന്നത്. കുഞ്ഞാവുമ്പോൾ നമ്മളത് അറിയത്തില്ല. ഒരു എന്താ പറയുന്നത്, ഒരു 8-9 അല്ലെങ്കിൽ 8 വയസ്സ് വരെയൊക്കെ നമ്മൾ അങ്ങനെ പറഞ്ഞ് നമ്മുടെ ഒപ്പമുള്ള ഫ്രണ്ട്സും അത്ര ഏജൊക്കെ ഉണ്ടാവത്തുള്ളൂ. പക്ഷെ കുറച്ചും കൂടി ആയി കഴിയുമ്പം ചില കാര്യങ്ങളൊക്കെ വരുമ്പം നമ്മളത് എന്താ പറയുന്നത്, റിവീൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമ്മളത് റിവീൽ ചെയ്യുമ്പോഴാണ് നമുക്കതൊക്കെ ആ ബുദ്ധിമുട്ടും ആ ഒന്ന് സ്വന്തമായിട്ട് നമ്മളത് ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട്. ഇപ്പം അച്ഛനും അമ്മയും ഡിവോഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഓഫ് കോഴ്സ് അവർക്ക് വേറെ ലൈഫിലോട്ട് പോവാം. പക്ഷേ ഉണ്ടാവുന്ന കുട്ടികൾക്ക് അച്ഛനും അമ്മയ്ക്കും പകരം വെക്കാൻ വേറെ ആരും ഇല്ല. അവർക്ക് അച്ഛനോ അമ്മയ്ക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ല. സ്റ്റെപ്പ് എന്നാണ് എപ്പോഴും പറയുന്നത്, സ്റ്റെപ്പ് ഫാദർ സ്റ്റെപ്പ് മദർ. എൻ്റെ സ്റ്റെപ്പ് ഫാദർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. പക്ഷേ അദ്ദേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹത്തിൽ നല്ല നിലയും വിലയുള്ളൊരു പ്രൊഫഷണലായിരുന്നു, ഡോക്ടറായിരുന്നു. സോ കുറച്ചും കൂടി ബെറ്റർമെൻറ്റ് ഞങ്ങളുടെ ലൈഫിൽ കിട്ടിയില്ലെന്നൊന്നും ഞാൻ പറയില്ല. ബെറ്റർമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കല്ല, എൻ്റെ അമ്മയ്ക്ക് കിട്ടിയെന്ന് വേണം പറയാൻ. എനിക്ക് സത്യത്തിൽ ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല ഈ വീഡിയോ ചെയ്യാൻ. പക്ഷേ എനിക്കിത് നിങ്ങൾക്ക് മനസ്സിലാവേണ്ട രീതിയിൽ അത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ആ 3.5 വയസ്സിലായിരുന്നു ഇതുപോലെ തന്നെ എൻ്റെ മമ്മിയും രണ്ടാമത് കല്യാണം കഴിഞ്ഞിട്ട് എബ്രോഡ് പോകുന്നത്. പക്ഷെ എന്നോട് പറഞ്ഞിരുന്നില്ല കല്യാണം കഴിഞ്ഞിട്ട് എബ്രോഡ് പോകും എന്ന് ആരും പറഞ്ഞിട്ടില്ല. എൻ്റെ കൂടെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. പപ്പയുണ്ടാവും, മമ്മിയുണ്ടാവും ഇനി മോക്കുന്നൊക്കെ. ഞാൻ ഓർക്കുന്നുണ്ട്, ആ പോയ ദിവസം ഞാൻ ഓർക്കുന്നുണ്ട്. ആ പോയ മൊമെൻറ്റിൽ ഞാൻ അനുഭവിച്ച വേദന ഞാൻ ഓർക്കുന്നുണ്ട്. ഇതിങ്ങനെ ഞാൻ പറയുന്ന വേറൊന്നല്ല, ആ കുഞ്ഞ് ഫേക്കായിട്ടാണ് ആ കൊച്ച് അഭിനയിക്കുന്നതെന്ന് പറഞ്ഞപ്പം ആ ഏജിലുള്ള കാര്യം ഓർത്തെടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ട്രോമ ഓർത്തിരിക്കും. അത് അങ്ങനെയാണത്. എന്നെ മാറ്റി, അതായത് ഇവരുടെ രജിസ്റ്റർ മാരേജൊക്കെ കഴിഞ്ഞ് റിലേറ്റീവ്സൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വന്നു. ഞങ്ങളുടെ വീടിൻ്റെ ഹോളിൽ എല്ലാവരും സംസാരിച്ചിരിക്കുമായിരുന്നു. അപ്പം ആ ദിവസം തന്നെ ഈവനിങ്ങിനായിരുന്നു ഫ്ലൈറ്റ്. അപ്പം കല്യാണം കഴിഞ്ഞ്, അതായത് എൻ്റെ എന്താ പറയുക സ്റ്റെപ്പ് ഫാദറിൻ്റെ വീട്ടിലേക്ക് പോകണമായിരുന്നു. അതിനുശേഷം അവിടെ നിന്നായിരുന്നു. അന്ന് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് വന്നിട്ടില്ല. എനിക്ക് 3.5 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് കേട്ടോ. അപ്പം ഇപ്പം തന്നെ എനിക്ക് 36 ഉണ്ട്. അപ്പം നിങ്ങൾക്കത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ പറ്റും ബാക്കിലോട്ട്. അപ്പം പോകേണ്ട സമയമായപ്പം എന്നെ പതിയെ മാറ്റി എൻ്റെ കസിൻ്റെ കൂടെ കളിക്കാൻ വിട്ടു. അപ്പം കസിൻ അവളിപ്പം ഇവിടെ ഇല്ല, UK വിനീത എന്നാണ് അവളുടെ പേര്. അപ്പോൾ അവൾക്ക് എൻ്റെ അത്രയും പ്രായമുള്ളൂ, എന്നേക്കാൾ 1 വയസ്സിന് മൂത്തത് അത്രേ ഉള്ളൂ അന്ന്. അപ്പം എന്തോ നിർഭാഗ്യവശാൽ ഒരു ഫ്ലൈറ്റ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ബാക്കിൽ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, ദേ ഒരു മോളിൽ കൂടി ഒരു ഫ്ലൈറ്റ് പോകുന്ന ഒച്ച കേട്ട്, എയറോപ്ലെയിൻ, ഈ എയറോപ്ലെയിനിൽ നിൻ്റെ അമ്മ പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പം എനിക്കുണ്ടായ ആ ഒരു ട്രോമയില്ലേ, അത് ഇപ്പോഴും ഞാൻ ഓർത്തിരിക്കണമെങ്കിൽ അന്നത്തെ എൻ്റെ ആ ഒരു അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കിയേ. ഞാൻ ഓടിച്ചെന്ന് നോക്കി, അമ്മയില്ല, അദ്ദേഹവും ഇല്ല, അവരുടെ റിലേറ്റീവ്സും ഇല്ല. അപ്പോൾ അപ്പനോടും അമ്മാമ്മനോടൊക്കെ ചോദിച്ചപ്പം അവർ പോയി. അതിനുശേഷം അതിനെ സംബന്ധിച്ചിട്ടുള്ള അതിപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ല, അവർക്ക് നല്ലൊരു ലൈഫ് കിട്ടി. പക്ഷേ ബൈ പ്രൊഡക്റ്റായിട്ടുണ്ടായ അല്ലെങ്കിൽ വേസ്റ്റ് പ്രൊഡക്റ്റായിട്ടുണ്ടാകുന്ന കുട്ടികൾക്കാണ് പിന്നീട് വരുന്ന കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. പിന്നെ ഒരു കാര്യം ഓർക്കുക, ഡിവോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു പ്രൈമറി ഡിസിഷനാക്കി എടുക്കരുത് കേട്ടോ. ആരോടും അത് കൽപ്പിക്കുകയല്ല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് ഇപ്പം 2 പേർക്കും ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. എന്നാലും ഒരു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പ്രൈമറി കൺസേൺ അവർക്ക് തന്നെ കൊടുക്കുക. പറഞ്ഞു തീർക്കാൻ പറ്റാവുന്ന പ്രശ്നമാണെങ്കിൽ പറഞ്ഞങ്ങ് തീർത്തേക്കുന്നേ. ഇപ്പം മീഡിയയിൽ കിടന്ന് തുപ്പുന്ന എന്തിനാ വെറുതെ കിടന്നിട്ടല്ലാതെ. ഇപ്പം എല്ലാവരും അങ്ങനെയാണ്, സോഷ്യൽ മീഡിയയിൽ കിടന്ന് പറയുന്നത്, എനിക്ക് അതായിരുന്നു, ഇതായിരുന്നു, അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു. കുട്ടികളുണ്ടായി, പക്ഷേ എങ്ങനെ ഉണ്ടായെന്ന് അറിയില്ല. ഞങ്ങൾ തമ്മിൽ അത്ര മെൻ്റലി നമ്മളത്ര ഓക്കെ അല്ലായിരുന്നു, നമ്മൾ ഫിസിക്കലി ഓക്കെ അല്ലായിരുന്നു. പക്ഷേ 2-3 കുട്ടികൾ ഉണ്ടായിട്ടുണ്ടാവും. ഈ കുട്ടികൾക്ക് നിങ്ങൾ 2 പേര് വന്നിട്ട് അമ്മയുടെ കൂടെയാണ് കുട്ടിയെങ്കിൽ അപ്പൻ ആ കുട്ടികൾക്ക് മന്ത്ലി ഒരു എക്സ്പെൻസ് അവരുടെ മീറ്റ് ചെയ്യാൻ എമൗണ്ട് കൊടുക്കുന്നു, അമ്മ അത് റിസീവ് ചെയ്യുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമാണ്. പക്ഷേ ആ കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഫിനാൻഷ്യൽ ബാക്കപ്പ് വേണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷേ
നിങ്ങൾ അപ്പനും അമ്മയും സ്നേഹിച്ച് നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു മൊമെൻറ്റ് മക്കളായിട്ടിരിക്കുമ്പോൾ ആ ഒരു സന്തോഷമില്ലേ, അത് ഈ ലോകത്ത് നിങ്ങൾ ഏത് വേൾഡിൽ കൊണ്ടുപോയാലും അവർക്കത് കിട്ടില്ല കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഇങ്ങനെ വളരുന്ന കുട്ടികൾ ഈ പറഞ്ഞതുപോലെ സെപ്പറേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള പാരൻസിന് ഉണ്ടാകുന്ന കുട്ടികൾ, അതിലൊരു 90% കുട്ടികളുടെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആവണമെന്നില്ല. അവർ നാളെ കല്യാണം കഴിക്കും, മേ ബി അതും ഒരു ഫെയിലറിലേക്ക് പോകാം. കാരണം അവർ ഫേസ് ചെയ്തിട്ടുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ. അത് അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഓരോരോ മുറിവുകളായിരിക്കും. ആ മുറിവുകൾ എത്ര പാച്ചപ്പ് ചെയ്താലും അതൊന്നും ഒരിക്കലും ഓക്കെ ആവാൻ പോകുന്നില്ല. അത് ആരൊക്കെ അതിനു വേണ്ടി സബ്സ്റ്റിറ്റ്യൂഷന് വേണ്ടി വന്നാലും ഒന്നും ഓക്കെ ആവില്ല. മേ ബി മിക്കവാറും കാര്യങ്ങളിൽ ഫെയിലർ നടക്കും അവിടെ. പിന്നെ ഈ സെക്കൻഡ് മാരേജ് അല്ല, ഇതുപോലെ തന്നെയുള്ള കുട്ടികളുണ്ടെങ്കിൽ എന്ത് പറയാനാ, ഹസ്ബൻഡും വൈഫും ഓക്കെ അല്ലാതെ കൊണ്ടിട്ട് അവർ ഡിവോഴ്സായി. മേ ബി അവർ വിചാരിച്ച ലൈഫ് സെക്കൻഡ് ലൈഫിൽ കിട്ടിയില്ലെങ്കിൽ, വിചാരിച്ച മാതിരി കിട്ടിയില്ലെങ്കിൽ, ഞാൻ അമൃതയുടെ കാര്യമൊന്നും അല്ല കേട്ടോ പറയുന്നത്, ഞാൻ പറയുവാണ്, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുവാണ്. ബ്ലെയിം ചെയ്യുന്നത് എന്തായിരിക്കും എന്നറിയോ? നീ കാരണം എനിക്ക് കിട്ടേണ്ട നല്ലൊരു ലൈഫ് പോയി, നീ കാരണം അല്ലെങ്കിൽ നിൻ്റെ അപ്പൻ കാരണം. ഞാനാണോ നിങ്ങളെ രണ്ടും രണ്ടാക്കിയത്? ഞാൻ പറഞ്ഞിട്ടാണോ നിങ്ങളെന്നെ ഈ ലോകത്തേക്ക് കൊണ്ടുവന്നത്? ഇല്ല. രണ്ടുപേരും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് സ്നേഹിച്ച സമയത്ത് ഉണ്ടായതായിരിക്കാം ഞാൻ. നിങ്ങൾ തമ്മിൽ ഉടക്കായപ്പം ഞാനായി നിങ്ങൾക്ക് ഏറ്റവും വലിയ വിലക്കപ്പെട്ട കനി അല്ലേ? അങ്ങനെയല്ലേ മിക്ക കാര്യങ്ങളിലും സംഭവിക്കാറുള്ളത്. ഒരു 10% ഞാൻ എക്സ്ക്ലൂഡ് ചെയ്യുന്നു, എല്ലാവരുടെയും കാര്യമല്ല. ചില കുട്ടികളിപ്പം അപ്പനും അമ്മയും ഡിവോഴ്സ്ഡ് ആണെങ്കിലും കുട്ടികളുടെ കാര്യത്തിൽ അവർ ഒരുമിച്ച് നിൽക്കുന്നവരുണ്ട്. വളരെ നല്ല കാര്യം കേട്ടോ. കാരണം അത് നിൽക്കണം. അത് ആ കുട്ടികൾക്ക് മാക്സിമം നിങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. നിങ്ങളോളം ആർക്കും അവരെ സ്നേഹിക്കാൻ പറ്റില്ല, എത്രയൊക്കെ വന്നാലും. നിങ്ങളിപ്പോൾ അവരത് വലിയൊരു റെസിഡൻഷ്യൽ സ്കൂളിൽ കൊണ്ടുവന്നിട്ട് അവരാക്കിയാലോ, അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾ ഒരുപാട് ട്രിപ്പ് കൊണ്ടുപോയാലോ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടതെല്ലാം വാങ്ങിച്ചു കൊടുത്താലോ, അതുകൊണ്ടൊന്നും ഒന്നും ആവില്ല കേട്ടോ. ഒന്നും ആവാൻ പോകുന്നില്ല. കാരണം ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്ന് വന്ന് അത് ഫേസ് ചെയ്ത് അതിൻ്റെ എക്സ്ട്രീം ലെവലിലെത്തി ഒരു 1 year ബാക്ക് വരെ അതിൻ്റെ സെയിം കോൺസിക്വൻസസ് ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ കല്യാണം കഴിഞ്ഞു. എൻ്റെ 21ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിഞ്ഞത്. കുറേ കല്യാണക്കാര്യങ്ങൾ മുടങ്ങിപ്പോയി ഈ റീസൺ കൊണ്ടിട്ട്. പിന്നെ എല്ലാം അറിഞ്ഞ് വന്നതാണ് എൻ്റെ ഹസ്ബൻഡ്. ഞങ്ങൾ തമ്മിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രശ്നങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 80% കാരണക്കാരത്തി ഞാൻ തന്നെയായിരുന്നു. എങ്ങനെയാണ് മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആവുന്നത്? ഭ്രാന്തെന്ന് പറയാനല്ല കേട്ടോ, എനിക്ക് ഭ്രാന്താണെന്ന് ഞാൻ തന്നെ പറയണമല്ല, ഭ്രാന്ത് ഇല്ലെന്നും പറയുന്നതല്ല, മേ ബി ആയിരിക്കാം. പക്ഷേ ദൈവം എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഉണ്ട്. അതുകൊണ്ട് മാത്രം എൻ്റെ ഭർത്താവ് എല്ലാം ക്ഷമിച്ചു, എല്ലാം സഹിച്ചു, എനിക്ക് വേണ്ടി നിന്നു, എൻ്റെ കൂടെ നിന്നു. എന്നെ ഇത്രത്തോളം ഞാൻ വലിയ ആളായി എന്നല്ല, ഒരു ഏബിളാക്കി കൊണ്ടുവന്നു. എനിക്ക് പണ്ടൊക്കെ പേടിയായിരുന്നു 2-3 പേരുടെ മുമ്പിൽ സംസാരിക്കാൻ. ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. കാരണം എൻ്റെ സ്വന്തം ഫാദർ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല, ഹൈറ്റ് കുറഞ്ഞ എൻ്റെ ഹൈറ്റ്, ഉരുണ്ട്, വലിയ ഭംഗിയും കാണാനൊന്നുമില്ല, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല എൻ്റെ സ്വന്തം ഫാദറിന്. അപ്പം ആ സമയങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ കുറേ മാനറിസംസ് എനിക്കുണ്ടെന്ന് എല്ലാവരും പറയുമായിരുന്നു. അമ്മ, വീട്ടുകാർ പറയുമായിരുന്നു. അയാളുടെ നിപ്പാണ്, അയാളുടെ കണ്ണാണ് എന്നൊക്കെ പറയായിരുന്നു. അയാൾ ഭയങ്കര വൃത്തികെട്ടവനാണെന്നാണ് കേട്ടോ എന്നോട് പറഞ്ഞിരുന്നത്. കൊള്ളില്ല, അയാൾ ചീത്ത ആളാന്ന്. എനിക്കറിയില്ല കേട്ടോ, ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. കണ്ടിട്ടില്ല എന്നല്ല, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു മണിക്കൂർ പോലും ഒരുമിച്ച് അയാളുടെ കൂടെ ഞാൻ ഇരുന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. വിഷമിക്കണ്ട എന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ തുടങ്ങിയതാണ്. ഞാൻ വിഷമിക്കില്ല, ഞാൻ കണ്ണിൽ നിന്ന് എൻ്റെ വെള്ളം ഒഴുകില്ല. പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഇമോഷണലായി പോകുമല്ലോ. എനിക്ക് ഈ കുട്ടിയുടെ ടോക്ക് ഇന്നലെ കേട്ടു, പിന്നെ ഇന്ന് അമ്മയും അവളുടെ ഫാദറുടെയൊക്കെ റിയാക്ഷൻ കേട്ടപ്പം
എന്താ ഞാൻ ഒരുപാട് ഡെസ്പായിപ്പോയി. എനിക്ക് അത്തരം ട്രോമയൊക്കെ എനിക്ക് ഇത്തിരി പ്രശ്നമാണ്. അങ്ങനെ ഞാൻ അത് കേൾക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട് അമ്മാതിരി കാര്യങ്ങളൊന്നും കേൾക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്നോട് പുള്ളി ഇന്ന് പറഞ്ഞു, നീ അത് കേൾക്കുക, അത് നമ്മുടെ ലൈഫിൽ അങ്ങനത്തെ കാരണം പുള്ളി ഇപ്പോഴും പറയാറുള്ളത് ഞാൻ നമ്മുടെ കുട്ടികൾ നമ്മുടെ ഒരു ലൈഫ് ഉണ്ടല്ലോ എന്നാണ്. ആ ഒരു കാര്യം തന്നെ എനിക്ക് ഒരു അപ്പൻ എന്ന് പറഞ്ഞ ഒരാളുടെ സ്നേഹം കിട്ടിയിട്ടില്ലെങ്കിലും എനിക്കൊരു ഫാദറിൻ്റെയും ഒരു ബോയ് ഫ്രണ്ട്, ഒരു ഹസ്ബൻഡ്, ഇതെല്ലാം കൂടി ഒരു മിക്സ്ചറാണ്, ഒരു കോംബോ പാക്കാണ് എൻ്റെ ഹസ്ബൻഡ് എന്ന് വേണം പറയാൻ. ഞാൻ ഒരുപാട് കുരുത്തക്കേട് കാണിക്കും, ഇപ്പോഴും കാണിക്കും, പണ്ടും കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നുമില്ല മോളെ, ഒന്നുമില്ല, നിനക്ക് പറ്റും, നീ ചെയ്തോ. അല്ല എല്ലാം ചെയ്യണം മണ്ടത്തരമായിരിക്കും, എന്നാലും പറയും കുഴപ്പമില്ല. ഞാൻ വഴക്ക് പറയും പുള്ളിക്കാരൻ അത് കേൾക്കും, പുള്ളിക്കാരൻ എന്നെ വഴക്ക് പറയും. അപ്പം നമുക്ക് ദൈവം എവിടെയെങ്കിലും ഒരു ഉയർച്ച തരും, അങ്ങനെയുള്ള കുട്ടികൾക്ക് തരാതിരിക്കില്ല. കാരണം കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് അത്രയും പ്രിയപ്പെട്ടവരാണല്ലോ. ആർക്കൊക്കെ വേണ്ടെങ്കിലും നമ്മളെ കർത്താവിന് വേണം. അപ്പോൾ കർത്താവ് നമുക്ക് ചില ആളുകൾ നമ്മുടെ ലൈഫിൽ കൊണ്ട് തരും. അതായിരിക്കും നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായിരിക്കും നമുക്ക്. കാരണം ഇപ്പം എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ എന്ത് വന്നാലും എനിക്കിപ്പോൾ പ്രശ്നമില്ല. കാരണം അത് വേറൊന്നല്ല, നമ്മൾ ഒരു പ്രത്യേക ലെവൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കളിക്കുന്നതിനില്ലേ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്നൊക്കെ ഇല്ലേ, ആ ഒരു ലെവൽ കഴിഞ്ഞ് പിന്നെ വന്ന ലെവൽസ് അങ്ങ് അടാറ് ലെവലായിരിക്കും ഇല്ലേ. അപ്പം അത് നമുക്കത് ഫേസ് ചെയ്യാൻ പറ്റും. അതിൽ നിന്നാണ് നമ്മൾ 1ഉം 2ഉം 3 ഒക്കെ കയറി വന്നിട്ട് പിന്നെ ലെവൽ വരുമ്പോൾ നമ്മൾ ഓക്കെ ആയിരിക്കും. അതേ അവസ്ഥയാണ് എൻ്റെ. ഇനിയിപ്പോൾ എന്ത് വന്നാലും ഫേസ് ചെയ്യാം, ഇപ്പോൾ കുഴപ്പമില്ല എന്നുള്ളതാണ്. അപ്പം ഇതാ എനിക്ക് പറയാനുള്ളത്, ദയവായിട്ട് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അത് പറഞ്ഞു തീർക്കുക. ദയവായിട്ട് കുഞ്ഞുങ്ങളുടെ പേര് ഇതിലോട്ട് വലിച്ച് ഇഴച്ചിടാതിരിക്കുക. പണ്ടത്തെ കാലമല്ല, സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവാണ്. ആ കുട്ടി ഇപ്പം അവന്തികയുടെ കാര്യമല്ല, അല്ലാണ്ട് ഇപ്പോൾ എന്താണെങ്കിലും കുട്ടികളൊക്കെ ഫ്രണ്ട്സ് ഉണ്ടാവും. അവരൊക്കെ ടീനാവുമ്പം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയും. ഞാൻ ഫേസ് ചെയ്ത കാര്യം, അച്ഛൻ്റെ കാര്യം പറയും, അമ്മയുടെ കാര്യം പറയും. എബ്രോഡ് വർക്ക് ചെയ്യുന്ന പാരൻസിൻ്റെ കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അത് പിന്നെ ജോലി എടുത്ത് കുഞ്ഞുങ്ങളെ നോക്കാൻ പോയിരിക്കുവാണ്. ആ കുഞ്ഞുങ്ങൾ അവർ പണിയെടുത്താൽ മാത്രമേ അവർക്ക് ആ കൊച്ചുങ്ങൾക്ക് അവരുടെ കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഈ കല്യാണം കഴിച്ചൊക്കെ പോകത്തില്ല രണ്ടാമത്, അല്ല ഡിവോഴ്സ്ഡായിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ല് പിടിക്കത്തില്ലേ, അല്ല കുഞ്ഞ് ആയത്തെക്കെട്ടിലുണ്ടായതാണ് എൻ്റെ വേറൊരു ലൈഫിന് പ്രശ്നമെന്നൊക്കെ പറഞ്ഞ് ബ്ലെയിം ചെയ്യത്തില്ലേ ചില കാറ്റഗറി. അവരോടാണ് എനിക്ക് പറയാനുള്ളത്. ഉണ്ടായിപ്പോയി, ആ കുഞ്ഞിൻ്റെ കുറ്റമല്ല, നിങ്ങളുടെ വിധിയായിരിക്കാം അത്. നിങ്ങളങ്ങോട്ട് അതിനെ ഇഗ്നോർ ചെയ്തേക്കുന്നേ, അല്ലാതെ അതിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കടി കൂടുമ്പം ആ പിന്നെയും നിങ്ങൾ ഒരു എന്താ പറയുക, ഒരു കൊലപാതകം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ കൊല്ലണേന് തുല്യമാണ് അത്. അതിൻ്റെ പ്രായത്തിൽ അത് കളിക്കട്ടെ, അത് ഫ്രണ്ട്സായിട്ട് എൻജോയ് ചെയ്യട്ടെ. നിങ്ങളതിന് കൊടുക്കേണ്ട ഒരു കാര്യങ്ങളും നിങ്ങൾ കൊടുത്തിട്ടില്ല. കുറേ കാശ് കൊടുത്തെന്ന് കരുതിയോ, കുറേ ചോക്ലേറ്റ് കൊടുത്തെന്ന് കരുതിയോ, ഒന്നും ആവുന്നില്ല. ഒന്നും അല്ല അത്. അതൊക്കെ ഒരു ലെവല്. അതിൻ്റെ അപ്പുറത്ത് കുറേ കാര്യങ്ങളുണ്ട്. നമുക്കിപ്പം ചിലവർക്കിപ്പം എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റും. എൻ്റെ 2 കുഞ്ഞുങ്ങളുടെയും ഫേസ് ഒന്ന് മാറിയാൽ മതി, അത് എന്നേക്കാൾ കൂടുതൽ എൻ്റെ ഹസ്ബൻഡിന് ഫീലാവും. അത് ആ ഒരു റിലേഷൻ, അത് മിക്ക പാരൻറ്റിനും, അത് ഞങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, ഒത്തിരി പാരൻറ്റിനും അത് മനസ്സിലാവും. ആ ഒരു റിലേഷൻ വേണം. അല്ലാതെ ഞാനത് തന്നില്ലേ, ഞാനൊക്കെ കുറേ കണക്കുകളാണ് കേട്ടോ എൻ്റെ ലൈഫിൽ കേട്ടിരിക്കുന്നത്. പഠിപ്പിച്ചില്ലേ, വളർത്തി വലുതാക്കിയില്ലേ. ഇതിലും ഭേദം അതൊന്നും ചെയ്യാതിരുന്നതായിരുന്നു സത്യം. ചെയ്തതിനെല്ലാത്തിനും താങ്ക്സ് ഉണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നതിനും താങ്ക്സ് ഉണ്ട്. ഈ ന്യായീകരണം, പിന്നെ മറ്റൊന്നും നമുക്ക് സഹിക്കാൻ പറ്റാത്തത് നമ്മൾ കാരണമാണ് അവരുടെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയെന്ന്. ആരും കാരണമല്ല, എല്ലാം ഒരു വിധി. കൂടുതലൊന്നും പറയാനില്ല. ദയവായിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് തമ്മിൽ തല്ലാതിരിക്കുക. മക്കൾക്ക് വേണ്ടി തമ്മിൽ തല്ലുമ്പോൾ, പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പം നാളെ ആ മറ്റു കുഞ്ഞുങ്ങളുടെ ഫേസ് നോക്കും. കുഞ്ഞുങ്ങൾ സ്കൂളിൽ വന്നാണെങ്കിലും ചോദിക്കത്തില്ലേ, നീ ഉണ്ടായിരുന്നല്ലോ, നിൻ്റെ മമ്മി ഉണ്ടായിരുന്നല്ലോ, നിൻ്റെ പപ്പ ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ ഉണ്ടായിരുന്നല്ലോ, ഓൺലൈനിൽ ഉണ്ടായിരുന്നല്ലോ, നിങ്ങളുടെ പപ്പയും മമ്മിയും തമ്മിൽ എന്താണ് പ്രശ്നം, ഡിവോഴ്സ്ഡ് ആണോ എന്നൊക്കെ ഒരു കുഞ്ഞിൻ്റെ ഫേസ് നോക്കി ചോദിക്കുമ്പോൾ ആ കൊച്ചിൻ്റെ ഒരു അവസ്ഥയുണ്ടല്ലോ, ആ കൊച്ച് ഫേസ് ചെയ്യണ ആ ഒരു സിറ്റുവേഷനിലോളം ഒന്നുമല്ല
നിങ്ങൾ, അതായത് ആ കുട്ടിയുടെ പാരൻസ് ലൈഫിൽ ഫേസ് ചെയ്യുന്നത് കേട്ടോ. ആ മനസ്സിൽ അപ്പോൾ വരുന്ന മുറിവുണ്ടല്ലോ, അതൊന്നും ഒരിക്കലും ഹീലാവാൻ പറ്റത്തില്ല എന്നേ. അതൊക്കെ പാച്ചപ്പ് ചെയ്യാനുണ്ടല്ലോ കുറേ നാളുകളെടുക്കും. അപ്പം അതുകൊണ്ടിട്ട് കുട്ടികളായോ, ഒന്നില്ലെങ്കിൽ കുട്ടികളെ നോക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അതുങ്ങളുടെ നീഡ്സ് മാത്രമാണ് നിങ്ങൾ ചെയ്തു കൊടുക്കുന്നതെങ്കിൽ അടങ്ങിയിരുന്നത് ചെയ്തു കൊടുക്കുക. അല്ലാതെ ഈ കിടന്നിട്ട് സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് പ്രസംഗിക്കാതിരിക്കുക ഒരു കാര്യങ്ങളും ഇല്ല. നിങ്ങൾക്ക് രണ്ടുപേരും ഒരുമിച്ച് നിങ്ങൾ നല്ല രീതിയിൽ നല്ല മനസ്സോടെ ആ കുഞ്ഞിൻ്റെ കാര്യം ചെയ്തു കൊടുക്കുക. ആ കുഞ്ഞൊന്നും ചെയ്തിട്ടില്ല നിങ്ങളോട്. ആ കുഞ്ഞ് ലോകത്തേക്ക് വന്നു, നിങ്ങൾ ക്ഷണിച്ചു കൊണ്ടുവന്ന കുഞ്ഞ. വേറെ ഒന്നും എനിക്ക് പറയാനില്ല കേട്ടോ. കൂടുതൽ പറയാൻ വാക്കുകളൊന്നുമില്ല. ഓക്കെ, ബൈ. താങ്ക് യു.